എല്ലാവർക്കും ഷാബാസ് കിച്ചന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് മത്തി അച്ചാറാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ കൂടി പ്രസ് ചെയ്യാൻ മറന്നു പോകരുതേ. നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസും ലൈക്കും ഒക്കെ വളരെ കുറവെന്നല്ല കേട്ടോ, ഒട്ടുമില്ല. എന്നാലും ഞാൻ വീഡിയോ ഇടും കേട്ടോ. എന്താണെന്നറിയോ, എന്തെങ്കിലും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ അവർക്ക് നല്ല ടേസ്റ്റോടുകൂടി ഒരു റെസിപ്പി കിട്ടുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട്. ഇത് നമുക്ക് കുറച്ച് മത്തി ഇട്ടിട്ടുണ്ട്, ചെറിയ മത്തിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പം ഞാൻ വിചാരിച്ച് അച്ചാറിടാന്ന്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അച്ചാറിടുന്നത്. ഞാൻ 1/2 കിലോ മത്തിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറുത് നോക്കിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതും ഞാൻ രണ്ടാക്കും. നീളത്തിന് കിടക്കുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ ചെറുതാക്കുന്നത്. അപ്പം നമ്മളെല്ലാം രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് അരപ്പ് റെഡിയാക്കാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില, അത്യാവശ്യം ഇത്ര വലുപ്പമുള്ള ഒരു ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, ഇത്രയും നമ്മൾ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി മിക്സിയിലെ ജാറിലിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം അല്പം പോലും തൊട്ടിട്ടില്ല കേട്ടോ. വെള്ളം തൊടാതെയാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മീനിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നത്. വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മൾ അരപ്പെല്ലാം മീനിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് വെളിച്ചെണ്ണയിലോ നല്ലെണ്ണയിലോ ഒന്നും അല്ല കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. എൻ്റെ ഉമ്മ ഈ അച്ചാർ റെഡിയാക്കുന്ന സമയങ്ങൾ സൺഫ്ലവർ ഓയിലിൽ റെഡിയാക്കി എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നാൾ പൂക്കാതെയൊക്കെ ഇരിക്കും. നമ്മൾ നനഞ്ഞ സ്പൂണോ വെള്ളം ഒന്നും മുതൽ തൊടാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഓയിലിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് മാറുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ അച്ചാർ കേടായി പോകും കേട്ടോ. അപ്പോൾ ആ മീനിൻ്റെ വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് മാറി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ കണ്ടില്ലേ, നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ മീനെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വെള്ളം എല്ലാം പോകത്തക്ക രീതിയിൽ തന്നെയാണ് നമ്മളത് കണ്ടില്ലേ നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട്. അച്ചാർ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 150 ഗ്രാം വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ചെറുതായി അരിഞ്ഞ് ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. 150 ഗ്രാം വെളുത്തുള്ളി, 75 ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു 10 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതൊക്കെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി 150 ഗ്രാം വേണമെന്നൊന്നുമില്ല, 100 ഗ്രാം ആയാലും മതി. അതുപോലെ തന്നെ ഇഞ്ചി 50 ഗ്രാം എടുത്താലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വെളുത്തുള്ളി. ഈ അച്ചാറിൽ വെളുത്തുള്ളിയൊക്കെ കഴിക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒരു റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഇത് കോരി മാറ്റാം. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ പൊടികളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇനി നമുക്ക് ഇതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഒന്ന് തിളച്ച് വരട്ടെ, നന്നായിട്ടൊന്ന് തിളച്ച് വരണം.
ഞാനിതിലേക്ക് 1.5 കപ്പ് വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നതേ ഇല്ല കേട്ടോ, ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വിനാഗിരിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ മത്തി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റ് ഏറിയ മത്തി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, എത്ര നാൾ പുറത്തിരുന്നാലും കേടാവത്തൊന്നുമില്ല. അപ്പോൾ അതേ കണ്ടില്ലേ, നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചാർ തണുത്തപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ ഇത്. ആ ചാറെല്ലാം മീനിലേക്കൊക്കെ പിടിച്ചിട്ടുണ്ട്. അതെ, നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫീഡ്ബാക്ക് കമൻറ്റ് അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ.